എന്തുകൊണ്ടാണ് ഈ പുതുതായിട്ട് തുടങ്ങുന്ന ബിസിനസ്സുകൾ ഫെയിലായി പോകുന്നത്? ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു ബിസിനസ് നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലിനോടുള്ള ആക്സസ് ഭയങ്കര കുറവാണ്. ശരിക്കും ആ ബിസിനസ്സിന് പര്യാപ്തമായ ഒരു ക്യാപിറ്റലോടുകൂടി അല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. മാനേജ്മെൻറ്റ്, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനകത്ത് ഒരുപാട് ഗ്യാപ്സ് ഉണ്ട്. അപ്പോൾ ഫിനാൻസ് നല്ലതുപോലെ മാനേജ് ചെയ്യാൻ പറ്റാത്ത ബിസിനസ്സുകളാണ് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്ത് പോകുന്നത് കണ്ടിട്ടുള്ളത്. പിന്നെ പോയി കടങ്ങളെടുക്കും, അതനുസരിച്ചുള്ള റവന്യൂ ഒന്നും വരത്തില്ല. ഇപ്പോൾ ഡെപ്റ്റ് മാനേജ്മെൻറ്റ് ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഒരു വലിയൊരു കോർ റീസണായിട്ട് കണ്ടിട്ടുണ്ട്. ഈ ബിസിനസ് തുടങ്ങുന്നത് പലരും പാഷനിൽ മാത്രമല്ല ഏതെങ്കിലും ഒരു സക്സസ് സ്റ്റോറി കണ്ടിട്ടായിരിക്കും. അപ്പോൾ ഇവരെന്ത് പറഞ്ഞാൽ ആ സക്സസ് സ്റ്റോറി കണ്ടിട്ട് തുടങ്ങിയിട്ട് ആ സക്സസ് സ്റ്റോറിയെ ഇവർ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഒരു പ്രോപ്പറായിട്ടൊരു മാർക്കറ്റ് റിസർച്ച് ചെയ്യാതെയോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യാതെയോ എന്താണ് ആ ബിസിനസിൻ്റെ ഒരു ഒബ്ജക്റ്റീവ്സ്, ക്വാണ്ടിറ്റേറ്റീവായിട്ട് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് മെഷർ ചെയ്യാതെയോ അതൊന്നും ഡിഫൈൻ ചെയ്യാതെയാണ് ഇവർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്.